ത്രേസ്യാമ്മ ചേട്ടത്തി ഗോതമ്പരിപ്പുണ്ടോ? താറാവിന് കൊടുക്കാനായിരുന്നു. ഓ, ഇവിടെ ഗോതമ്പ് കഴിച്ചിട്ട് എന്താ കൊടുക്കാനാ? റേഷൻ കടയിൽ നിന്ന് മേടിക്കാൻ വയ്യായിരുന്നു. ഞാൻ പൈസ തന്നേനല്ലോ. ഓ, അതുകൊണ്ട് വേണം ഇപ്പൊ ഇവിടെ ജീവിക്കാൻ. പിള്ളേടെ ഒരു പൊങ്ങച്ച. പോയോ? തൊഴിലുറപ്പിന് മുമ്പ് വിളിക്കണേ, ഞാൻ വരുന്നുണ്ടേ. രാധവൊക്കെ ആൻ്റെപ്പം കൊണ്ടുവിടാന്ന് പറഞ്ഞായിരുന്നു എന്നെ. ആൻ്റെപ്പം കൊണ്ടുവരും. ഇവിടെ ഗോതമ്പരിപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ, അങ്ങനെ ഇവിടെ പലതും ഇരിക്കും. രാധ എത്ര വെച്ച് തരുമെന്നൊന്ന് പോയി ചോദിച്ചേ. എന്നെ കൊണ്ടൊന്നും വയ്യ. ആൻ്റെപ്പനെ വിളിച്ച എന്നെ ഒന്ന് കൊണ്ടുവിടാൻ പറ. അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടാകട്ടെ. അമ്മ തൊഴിലുറപ്പിനെ കൊണ്ടുവിടെ. അമ്മ കൊണ്ട് തൊഴിലുറപ്പിനെ വിടാൻ. സേവിച്ചനൊന്നും ഇവിടെ ഇല്ല. കൊരട്ടിയെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയേക്കുവാ. കൊരട്ടിയെ വിളിക്കാനോ? ആ മാരണത്തിന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? എന്തോ പോസ്കോ കേസ്. നഗ്നതാ പ്രദർശനം. പിന്നെ നിക്കറിടാതെ മാവേ കയറിയാ പിന്നെ നാട്ടുകാരെ കാണത്തില്ലേ? ഇയാൾ അമ്മയെ കൊണ്ടുവിട്ടേ. അടിപൊളി. അയ്യോ, പിന്നെ അസൈൻമെന്റ്. കോഴി താറാവ് എല്ലാം പട്ടിണി കിടന്ന് ചാവട്ടെ. ആ ഗീതമ്മയുടെ വീട്ടിൽ പോയി ഗോതമ്പുണ്ടെന്ന് ചോദിച്ചിട്ട് വന്നേ. കോഴി താറാവും പട്ടിണി കിടന്ന് ചാവട്ടെ. പട്ടിണി കിടന്നിട്ടാണോ മുറ്റം നിറച്ച് തൂറി നാറ്റി വെച്ചിരിക്കുന്നത്? പോയി 24 മണിക്കൂറും ടി വിയും കണ്ടങ്ങ് ഇരുന്നാ മതിയല്ലോ. കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് എത്രയാന്ന് വല്ല ബോധമുണ്ടോ? ആരാ ഇപ്പൊ നമ്മുടെ വൈദ്യുതി മന്ത്രി? അതറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് കൊടുക്കാനാ? അല്ല, വൈദ്യുതിയെ കുറിച്ചാണല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. വെള്ളക്കാർഡ് മാറ്റി മഞ്ഞക്കാർഡാക്കാൻ കുറെ നാളുകൊണ്ട് ഞാൻ പറയുമോ. ഗൾഫുകാർക്ക് വരെ ഇവിടെ മഞ്ഞക്കാർഡ്. പാസ്പോർട്ടില്ലല്ലോ. ഇതിന്ന് എഴുന്നേക്കരുത്. ഈ കാസേര ഞാൻ കത്തിക്കും, കണ്ടോ? ഒരു പേനയും പേപ്പറും എടുത്തടാ. എന്തിന്? റേഷൻ കാർഡിന് അപേക്ഷ കൊടുക്കാൻ. ഞാൻ വിചാരിച്ചു അച്ഛൻ കുളി. അച്ഛൻ കുളിയോ? അല്ല, ഞാൻ കുളിയോ? കുളിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. കുളിച്ചിട്ട് ചെറുക്കനെന്ത് വെച്ചിടാ? മേശപ്പുറത്തിരിപ്പുണ്ട്. എവിടാ? മേശപ്പുറത്തിരിപ്പുണ്ട്. എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ, സോമൻ കയറ്റി. ഇത് മതി. ഹലോ, രാവിലെ എന്ത് പരിപാടി? എനിക്കൊരു പരിപാടിയില്ല. ചേച്ചി
അളിയാ എന്നെ കൊണ്ടുവിട്, സമയം ഒരുപാടായി. ഞാൻ വിളിക്കാം അങ്ങോട്ട്. ആ ഇയാൾ ഓക്കെ എന്ന് പറയുന്നത് ഞാൻ കേട്ടാന്നല്ല. ആ കൊച്ചങ്ങ് പോയി, ഈ വണ്ടി വിട്. നമ്മളെ കൊച്ചും കൂടെ തല്ലിരിക്കാനായിട്ട്. പോകണ്ടടാ സമയം ആരാ അടിപൊളി തോർന്നു നിൽക്കാം. അളിയാ അളിയാ ഇതൊക്കെ എന്തിനാണ് പൂട്ടി വെക്കുന്നത് എപ്പോഴും? രാവിലെ വള്ളിയും പിടിച്ച് വന്നേക്കോ. 2 ദിവസമായിട്ട് കാണാതിരുന്നിട്ട് ഒരു വിളി പോലും ഇല്ലല്ലോ അളിയാ. അളിയാ പിന്നാണെങ്കിൽ പെണ്ണിന്റെ ഏരിയ ആദ്യം പറ. ഇടികൊണ്ട് വീഴുവോ കിഴഞ്ഞാലും വരാൻ പറ്റുമോ എന്നറിയാന് മനസ്സിലാക്കി കളഞ്ഞല്ലോ അളിയാ. ഇത് കണ്ടാ നീ അനുപമടച്ചൻ തേങ്ങ എടുത്തെറിഞ്ഞപ്പം അളിയൻ കുനിഞ്ഞില്ലായിരുന്നില്ലേ? കുനിഞ്ഞാരനെ കാണാറുന്നു തലപൊളിയുന്നത്. മുതുകത്ത് നിന്ന് മേടിച്ചോണ്ട് ചത്തില്ല. സത്യത്തിൽ അത് എന്റെ നേർക്ക് വന്നായിരുന്നു, ഞാൻ മാറിക്കൊടുത്ത്. പുള്ളി ചമ്മി. അളിയ ഇതങ്ങനൊന്നുമല്ല. അളിയ ഐശ്വര്യം എന്ന് പറഞ്ഞ അളിയൊന്ന് കാണണം. മുടിയെന്നൊക്കെ പറഞ്ഞ ഇത്രയുണ്ട്. അളിയ ഇതാണ് അളിയ സൗന്ദര്യം. അനുപമയൊക്കെ എന്ത് അളിയ എനിക്ക് ഉറപ്പാ ഇവളെ എനിക്ക് കർത്താവായിട്ട് കൊണ്ട് തന്നെ. കർത്താവ് കൊണ്ട് തന്നവള, പക്ഷെ ഭർത്താവളായിരിക്കരുത്. റെഡിയായിട്ട് വാളിയ. എവിടെ വെച്ച് ചേർക്കനൊന്നും വീർ നിർത്തിയില്ലയോ? എൻ്റെ ആണോ? ഇവിടെ കിട വോട്ടേഴ്സ് ലിസ്റ്റ്. നിന്റെ ഒരു സ്വഭാവം വെച്ച് ഇതാവശ്യം വരുമെന്ന് എനിക്കറിയായിരുന്നു. പഞ്ചായത്തിലെ എല്ലാവരും ഉണ്ട്. അളിയ എന്തൊരു കളക്ഷൻ! ഈ പെമ്പിളെല്ലാം അവിടെ പോയി കിടന്നല്ലേ നമ്മുടെ പഞ്ചായത്തിൽ. അളിയ കിട്ടി. ഓക്കെ പ്രസിഡന്റ്. കുറെ നാളെ വിചാരിക്കുന്നു പ്രസിഡന്റ് എനിക്കൊരു കാര്യം പറഞ്ഞു. പറയാനുള്ളത് മുഴുവൻ ഇതാ ഇതിൽ.
വായിച്ചിട്ട് എനിക്ക് ഇന്ന് ചായയൊക്കെ പിന്നെ കുടിക്കാം. എൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ പറ്റും. എനിക്കിനി അവിടെ അടുത്ത് കൊള്ളാൻ വയ്യേ. എന്റെ സ്വന്തം പ്രിയമുള്ളവളെ, ഈ നാട്ടിലൂടെ ആരെയും പേടിക്കാതെ നമുക്ക് നടക്കണം. നീ രാത്രിയൊന്നും നോക്കണ്ട, പറ്റുമോ നോക്ക്. ഞാൻ ജനിച്ചത് നിനക്കും വേണ്ടിയാണ്. ഇതും പറഞ്ഞ് എന്നും വീട്ടിൽ വഴക്കാ. എനിക്കിനി പിടിച്ചേക്കാൻ വയ്യ. എൻ്റെ പ്രസിഡന്റ് ഒരു പരിഹാരം കാണാം. എന്നിട്ട് ഞാൻ എന്റെ ദൈവമേ, സുഖടാ. എന്നാ പിന്നെ ചായ കുടിച്ചു. അയ്യോ, എന്താ 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 അല്ല ചേട്ടാന്ന് വിളിച്ച്. അതിന് തന്നെ ആരെ വിളിച്ചേ? ഞാൻ എന്റെ ചേട്ടനല്ലേ വിളിച്ചേ. ഞാൻ വിചാരിച്ച് പ്രസന്നം കണ്ട് കറണ്ട് അടിച്ച് വീണായിരിക്കുന്നു. വേണ്ട വേണ്ട, അടുക്കണ്ട. ഞാൻ പഴയ കളരിയോ കളിക്കല്ലേ. അതിന് അതൊക്കെ ഇപ്പൊ ഇവിടെ പറയുന്നത്. പിന്നെ ലവ് ലെറ്റർ തന്ന തന്നെ പിന്നെ ഞാൻ എന്തോ ചെയ്യണോടോ ചേട്ടാ? ലവ് ലെറ്ററോ? ഇതേ നോക്കട്ടെ. ഇത് തെളിവ്. തെളിവ്. ഇറങ്ങടോ, ഇറങ്ങടോ, ഇറങ്ങിപ്പോടോ. ഈശ്വര, ഇതെങ്കിലും ഒന്ന് സെറ്റാക്കി തരണം പ്ലീസ്. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാ പോരെ? കത്തൊക്കെ വേണോ? എൻ്റെ കൈ കൊണ്ട് എഴുതിയ ഈ കത്ത് തന്നെ എനിക്കൊക്കെ കൊടുക്കണം. അത് വേണോ? സ്കൂളിൽ നീ എൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. നിന്റെ നിലവാരം എനിക്കറിയാവുന്നതുകൊണ്ടായി പറഞ്ഞ. നീ ചുമ്മാ നെഗറ്റീവ് അടിക്കുക. ഇങ്ങോട്ടൊന്ന് നിന്നേ. നീയാണ് എൻ്റെ അഞ്ചു. ഇന്നലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയല്ലോ. എന്നെ കൊണ്ടൊന്നും വയ്യ. അവിടെ പെർഫോമൻസിലില്ലേ കാര്യം. നീ ഒന്ന് നില്ല്. ചെറുക്കനെ കൊണ്ട് ഇല്ലൂടാ. എനിക്ക് എന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്നെ ഒത്തിരി ഇഷ്ടം. ഇത് രാധയുടെ മോനല്ലേ? എൻ്റെ ദൈവമേ, ഇവന്മാരിത് എന്തോ വിചാരിച്ച? ഇതാണോ എൽറ്റി വിൽറ്റി? ഇതിന്റെയൊക്കെ ഇടയിൽ കിടന്ന് അവന്റെ ഒരു ബാറ്റുണ്ടാക്ക്. അയ്യടാ, നമ്മുടെ വീടിന്റെ അടുത്തുള്ളേ ഈ തണ്ടി ഇങ്ങോട്ട് വരും. എങ്ങനെയും കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. ഇവിടെ പിള്ളേർ കളിക്കുന്ന എവിടെ എവിടെ എവിടെ? ഓ, ലേഡീസ് ക്രിക്കറ്റ്. എൻ്റെ ആളിയാ പറ്റില്ല. തുടക്കം തന്നെ നെഞ്ചത്തിട്ടാ. നീ കണ്ടോ, അവളിപ്പോ പന്ത് പഠിക്കാൻ വരും. നേരത്തെ വരുന്നുണ്ട്. അവളെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയത് നമുക്ക് അവനെ പിന്നെടുക്കാം. നീ ഇങ്ങനെ പേടിക്കല്ലേ, അവളിപ്പോ വരും. വരുന്നു 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 വരുന്നു. കണ്ടോ കണ്ടോ, മുടി എത്ര ഉണ്ടെന്നാ പറഞ്ഞേ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. കാറ്റൊക്കെ ഉണ്ടല്ലോ കൈ. ബോൾ തന്നല്ല. വണ്ടി എടുക്കടാ. എൻ്റെ ഭ്രാന്താണ് നോക്ക്. ഞാൻ കേറിയിട്ടില്ലടാ. വണ്ടി നിർത്തടാ. നിന്റെ ചെറിയ ചെയ്ത് തുടങ്ങിയ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാൽ എന്റർടൈൻഡ് ആവാനൊരു ഫെസിലിറ്റി ഇല്ലാത്തവരുടെ അവൻ എങ്ങനെ ജീവിക്കും? ഇതൊക്കെ ഉള്ളിടം മാടി വിളിച്ച് അങ്ങോട്ട് പോവില്ലേ? മസിൽ പിടിച്ച് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി മാത്രമാണോ ഒരു ജന്മം? നീ ഒന്ന് പിടിച്ചേ പിടിച്ചേ പിടിച്ചേ.
അയ്യോ